ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. നമസ്കാരം. അങ്ങനെ നമ്മൾ ബാക്ക് ടു നോർത്തേൺ അയർലൻഡ്. സത്യം പറഞ്ഞാൽ നോർത്തേൺ അയർലൻഡിൽ നിന്ന് ഫസ്റ്റ് അയർലൻഡ് പോയത് അവിടെ ഷൂട്ട് ചെയ്ത് തിരിച്ചു വരാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പം ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ എൻ്റെ മുടി അങ്ങനത്തെ ഉണ്ട്, തൽക്കാലത്തേക്ക് തൊപ്പിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് സോ ഹാപ്പി ആണ്, ഒരുപാട് ആൾക്കാർ നല്ല പോസിറ്റീവായിട്ടൊക്കെ പറഞ്ഞു, എല്ലാവരോടും നന്ദി കേട്ടോ. പിന്നെ അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോർത്തേൺ അയർലൻഡിലെ കിടിലൻ കാഴ്ചകളാണ്. നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കേവിൻ്റെ റാണി എന്നറിയപ്പെടുന്ന ഒരാളും കൂടി ഉണ്ട്. പേര് പറ. ടിസ എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നു? സ്കൂളിൽ എന്ത് ചെയ്യുന്നു? മൂപ്പരുടെ മകളാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അല്ല, ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന മോളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ട് പോണേ? നമ്മൾ ജെയിൻ കോസ്വേ എന്ന് പറയും. ഓക്കെ. ഏകദേശം അറൗണ്ട് 2000 മില്യൺ ഇയേഴ്സ് അബോവിൽ ഒരു വോൾക്കാനോ വന്നിട്ട് അപ്പം ഭൂമിക്ക് അടിയിൽ നിന്ന് കുറച്ച് കല്ലുകൾ വന്നു. അപ്പോൾ ആ കല്ലുകൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കല്ലുകളാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കാണാം. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭൂമി കുലുക്കത്തിൽ അല്ലെങ്കിൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിൽ വന്ന കുറച്ച് സ്ഥലങ്ങളാണ്. കല്ലുകൾ ഇങ്ങനെ പൊന്തി വന്നിരുന്നത് ഭൂമിയുടെ അടിയിൽ. പക്ഷെ നമ്മുടെ സാധാരണ നാട്ടിൽ കാണുന്ന പാറക്കല്ല, ഒരു പ്രത്യേക ഷേപ്പിലുള്ളതാണ്. നമ്മളിന്ന് അവിടെയാണ് പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളാണ്. അപ്പം എന്താ പറയുക, ഒരു ഏകദേശം ഒരു 4-5 വീഡിയോസ് കഴിഞ്ഞ് നമ്മുടെ UK യാത്ര അങ്ങ് തീരാൻ പോകും കേട്ടോ. എല്ലാവരും സ്റ്റേ ട്യൂൺ. പോവാ ബ്രോ? യാ, ഗോ. പിന്നെ നമ്മളിവിടെ എത്തി. പാർക്കിങ്ങിലുള്ളത് ആസ് യൂഷ്വൽ എല്ലാ സ്ഥലത്തും പോകുമ്പോഴും ഞാൻ പറഞ്ഞ വാക്കാണ്, ഇവിടെ ഞാൻ പറഞ്ഞു. ഒരാളിവിടെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. യെസ്, എന്താണ് വ്ളോഗ് ചെയ്യാനുള്ള കാരണം? പറയൂ. ഞങ്ങൾക്ക് ചെറിയ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു 7-8 വീഡിയോ ആയിട്ടുള്ളൂ. അതിൻ്റെ പേര് അനിൽസ് ഡ്രീം, ANIL, പിന്നെ ഒരു അപ്പോസ്ട്രോഫി S, ഡ്രീം, അതായത് എൻ്റെ ഡ്രീം. അതിനകത്ത് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ടാവും. ഞങ്ങളുടെ ഫുൾ ഫാമിലി വീഡിയോ ആണ്, അതുകൊണ്ട് ഡ്രോണൊക്കെ എടുത്തിട്ടുണ്ട് അല്ല. അപ്പോൾ ഞങ്ങളുടെ ആ ചാനൽ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യണം. മല്ലുവിൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും പറയണം, അപേക്ഷിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഇട്ടിട്ടും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജയൻസ് കോസ്വേ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു സപ്പോർട്ട് ഹെൽപ്സ് കീപ് അത് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, നാഷണൽ ട്രസ്റ്റ് മെമ്പേഴ്സിനാണെങ്കിൽ ഫ്രീ ആണ്. അഡൾട്ട്സിന് 13.50 പൗണ്ട്, ചൈൽഡിന് ആണെങ്കിൽ 6.75 പൗണ്ട്, ഫാമിലി ആണെങ്കിൽ 31 പൗണ്ട്. 2 അഡൾട്ടും 3 കുട്ടികളടക്കം ഫാമിലിയിൽ കിട്ടും കേട്ടോ. ഇതാണ് എൻട്രൻസിൻ്റെ ചുറ്റുപാടുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. അവിടെ കടലുണ്ട്, അറ്റ്ലാന്റിസ് ആണ്. ഒരുപാട് നല്ല നല്ല കൊച്ചു കൊച്ചു വീടുകളൊക്കെ ഉണ്ട്. നല്ല മനോഹരമായ കാഴ്ച. പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യണം. ഓൺലൈൻ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ എൻട്രൻസ് കിട്ടൂ. ഇവിടെ അതെ, കൊറോണ ആയതുകൊണ്ടാണ്. അവിടെ ഒരു ചേട്ടൻ പുല്ല് വൃത്തിയാക്കുന്നുണ്ട്. കോസ്വേ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത് ഓഫീസാണ്. ഉള്ളിൽ കയറിയൊക്കെ ഇതാണ് അവസ്ഥ. ഈ ബിൽഡിങ്ങിനുള്ളിൽ ഇവിടെയാണ് നമുക്ക് എൻട്രൻസ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇതാണ് ഇവരുടെ റിസപ്ഷൻ. ഇവിടെയൊക്കെ സുവനീർസൊക്കെ വെക്കുന്ന ഷോപ്പാണ്. പിന്നെ കയറുമ്പോൾ തന്നെ ഇവിടെ 3 TV-യിലായിട്ട് വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ വിഷ്വൽസ് കൊടുത്തിട്ടുണ്ട്. ജയൻ കോസ്വേൻ്റെ ആ ഒരു വിഷ്വൽസ് കൊടുത്തിട്ടുണ്ട് ഇവർ. അടിപൊളിയാണ്. പിന്നെ ഏകദേശം അതിന് രൂപം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം കാണാൻ പോകുന്ന സ്ഥലം ഇങ്ങനെ കേട്ടോ. പക്ഷേ കടലിൻ്റെ കരയിലേക്ക് കൂടി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. മുകളിൽ ലൈന് കാണുന്നത് വാക്ക് വേ ആണ്. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, മറ്റേ എന്താ പറയുക, ക്ലിഫ് ഓഫ് മോർ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു ടൈപ്പാണിതും. പക്ഷെ അത്ര ഹൈറ്റ് എന്നല്ല. അവിടുത്തെ കല്ലുകളുടെ ഡിസൈനാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ വലിയൊരു ഡിസ്പ്ലേയിൽ ഇവർ കറക്റ്റ് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഉണ്ടായെന്നുള്ളത്. ഇത് കണ്ടോ, മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് ഭൂമിയുടെ അടിയിൽ ഭൂമി എന്താ പറയുക, ഈ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് പൊട്ടുന്നുണ്ടോ, അഗ്നിപർവ്വതം പൊട്ടുന്ന സീനാണ് അവർ കാണിക്കുന്നത്. അഗ്നിപർവ്വതം പൊട്ടി ലാവ മുകളിൽ വന്നതിന് ശേഷം ആ ലാവയിൽ വന്ന വിടവുകൾ വന്ന് ഗ്യാപ്പായി, അങ്ങനെയാണ് ഒരു ഡിസൈൻ ഉണ്ടായത്. അതിങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് പുറത്തേക്ക് തള്ളിയിട്ടാണ് ഈ ഒരു കല്ല് രൂപത്തിലാകുന്നത് കേട്ടോ. കറക്റ്റ് അതിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ജയൻ കോസ്വേ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു.
നമ്മുടെ ഭൂമിയിലെ പല കാര്യങ്ങളും പണ്ട് കാലത്ത് ഭൂമി കുലുക്കങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ ലാവ കാരണങ്ങളൊക്കെ വന്ന കാര്യങ്ങൾ അധികവും. ഓക്കെ, മുകളിലൊന്നുമില്ല, താഴെയാണ് പരിപാടികൾ മൊത്തം നടക്കുന്നത്. അങ്ങനെ അത് ഭൂമി മാറി 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 മഞ്ഞും മഴയും എല്ലാം മാറി മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ അതിങ്ങനെ മെല്ലെ മെല്ലെ പൊന്തി 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 വന്ന് സെറ്റായി. അതുപോലെ തന്നെ വേറെ കാര്യം കണ്ടോ, ഇതിപ്പോൾ നമ്മൾ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഈ ഒരു അയർലൻഡുകാർക്ക് വേറെ വിശ്വാസമുണ്ട്. ഇവിടുത്തെ ഫിൻ മക്കൂൾ എന്ന് പറഞ്ഞ ഒരു ജയൻ്റ് ഉണ്ട്. ഇത് കണ്ടോ, ആ ജയൻറ്റിൻ്റെ ഒരു സ്റ്റോറിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഫിൻ മക്കൂൾ എന്നാണ് ജയൻറ്റിൻ്റെ പേര്. അപ്പോൾ ഈ ഫിൻ മക്കൂൾ എന്ന ജയൻറ്റ് ആക്ച്വലി സ്കോട്ട്ലൻഡിനും സ്കോട്ട്ലൻഡും അയർലൻഡുമാണ് ഈ കാണുന്നത്. അപ്പം അവർ സ്കോട്ട്ലൻഡിൻ്റെ ഭാഗത്ത് യുദ്ധത്തിന് പോകാൻ വേണ്ടി നോക്കുമ്പോൾ പോകാൻ പറ്റുന്നില്ല, കാരണം കടലല്ലേ. അപ്പോൾ അതിന് മൂപ്പർ കണ്ടെത്തിയ ഒരു വഴി ഇപ്പം കണ്ടോ, കല്ലുകൾ എടുത്തിട്ട് ഓരോ കല്ലുകളായിട്ട് എടുത്ത് കടലിലിട്ട് ഇങ്ങനെ കുത്തനെ ഇട്ടിട്ട് അങ്ങനെ ഒരു പാലം പണി. നമ്മൾ രാമസേതു എന്നൊക്കെ പറഞ്ഞില്ല, പണ്ട് ശ്രീലങ്കയിലേക്ക് പോകാൻ വേണ്ടി ശ്രീരാമൻ പണിഞ്ഞ രാമസേതു. ആ കഥയ്ക്ക് തന്നെ ഒരു തുല്യമേ വേറെ കഥയത്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു രാക്ഷസനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ അപ്പുറം പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇട്ട കല്ലുകളിട്ട് പണിത് ആ ഒരു രാമസേതു പോലത്തെ ഒരു പാലം കണ്ടോ. ആ പാലമാണ് ഈ ഒരു കോസ്വേ എന്നാണ് ഇവർ പറഞ്ഞത്, കോസ്വേ. അതുപോലെ ഈ ജയൻറ്റ് മക്കൂളിൻ്റെ പേരിന് സമാനമായിട്ടാണ് അവർ പേരിട്ടത്. അതുകൊണ്ടാണ് ജയൻറ്റ് കോസ്വേ എന്ന് പേര് വന്നിട്ടോ. ഇതേ കണ്ടോ, അപ്പുറം പോയി രാക്ഷസൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ പോയി, പ്രശ്നമായി, തിരിച്ച് ഓടി, രാക്ഷസൻ തിരിച്ചു വന്നു. ശരിക്കും കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ ക്യാരക്ടറായിട്ട് ഇത്. ചരിത്രങ്ങൾക്ക് ശരിക്കും രണ്ട് തരത്തിലുള്ള ചരിത്രമുണ്ട്. ഒന്ന് പഴമക്കാർ പറയുന്ന ഒരു ചരിത്രമുണ്ടാവും, മറ്റേത് അവിടുത്തെ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ചരിത്രകാരന്മാർ, സയൻറ്റിസ്റ്റുകൾ, ഭൂമിശാസ്ത്രപരമായി പഠിച്ച ആൾക്കാർ, അങ്ങനെ കുറച്ച് വിവരമുള്ള ആൾക്കാർ പറയുന്ന ചരിത്രമുണ്ടാവും. അപ്പോൾ ആൾക്കാർ രണ്ടും അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇവരുടെ ഇതിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ പോയി ഈ ഡിസൈനൊക്കെ ആ കല്ലുകളുടെ ആകൃതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. നമ്മളിപ്പോൾ ഇതുവഴിയാണ് ഇറങ്ങി വന്നത്. നമ്മുടെ വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്ത്, നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതുവഴി ഇറങ്ങി വന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററിന് അവർ പറഞ്ഞത്, 1 കിലോമീറ്റർ മുകളിൽ നടക്കാനുണ്ട്. നമുക്ക് ഇടതുവശത്ത് കാണുന്നത് നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡാണ്. അതിനിടയിൽ ഒരുപാട് ദ്വീപ് സമൂഹങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നടക്കുന്ന വഴി എന്ന് പറയുന്നത്, ടാറിങ് ആണ്. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ പണ്ട് ഇതുവഴി നടക്കുമ്പോൾ ഇവിടെ ടാറിങ് ഇല്ലായിരുന്നു, കല്ലുകളായിരുന്നു കേട്ടോ പറഞ്ഞത്. ഇപ്പോഴാണ് ടാറിങ് ആയത്. നമ്മളെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇവിടെ ഇടിഞ്ഞു പൊളിയുന്ന സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഒന്ന് സൂര്യൻ വന്ന് വെയിൽ ഉദിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചൊരു വാം വെതർ കിട്ടൂ കേട്ടോ. പിന്നെ നല്ല വെളിച്ചവും കിട്ടുള്ളൂ. കടലുണ്ട് താഴെ, കടലുള്ളതുകൊണ്ട് എപ്പോൾ വന്നാലും ഇവിടെ തണുപ്പുണ്ട്. ഈവൻ എന്നെ സമ്മറി വരുമ്പോഴും നല്ല തണുപ്പാണ്. പിന്നെ കൊറോണയ്ക്ക് മുമ്പ് ഇവിടെ ബസ് ഉണ്ടായിരുന്നു, ഒരു ബസ് സർവീസ് ചെയ്യുമായിരുന്നു. ഇവിടുന്ന് നമുക്ക് അവിടെ കൊണ്ടുവിടും, തിരിച്ച് ബസ് തിരിച്ച് നമ്മളെ കൊണ്ടുവരികയും ചെയ്യായിരുന്നു. 1 pound ഈച്ച് 1 way കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അവർ ബസ് സ്റ്റോപ്പ് ചെയ്തു. അടിപൊളി, അതുകൊണ്ട് നടക്കാം. 1 കിലോമീറ്ററേ ഉള്ളൂ, നമുക്ക് നടക്കാവുന്നുള്ളൂ. നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. നമ്മൾ അമേരിക്കയ്ക്ക് അടുത്ത് കരീബിയൻ ഐലൻഡ്സിന് അടുത്ത് ബർമുഡ ട്രയാങ്കിൾ. അപ്പം ബർമുഡ ട്രയാങ്കിൾ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്തോ സംഭവം എന്ന് പറഞ്ഞു. ഇവർ ഒത്തിരി ഷിപ്സൊക്കെ ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് ഡ്രോണിൽ നമുക്ക് നോക്കാം, കാറ്റില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും നോക്കാം. മൂപ്പര് മാവിക് മിനി 2 ഡ്രോണൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് അതാണ് പറത്താൻ പോകുന്നത്. കാണുന്നതാണ്, വെള്ളത്തിൽ വീണാലും മൂപ്പരുടെ പൈസയിൽ പോകും, എൻ്റെ പൈസ പോകില്ലല്ലോ. എന്നെ ചതിച്ചതാ മല്ലിട്ട്. ഞാനെന്താ ചോദിച്ചാൽ പറ, എൻ്റെ 450 pound പോയി. ഞാനെന്താ ചെയ്തെന്ന് കൂടി പറ. പോയി ഡ്രോൺ മേടിക്കാൻ പറഞ്ഞു എന്നോട്. ആ ഡ്രോണ് മൂപ്പര് എനിക്ക് ഗിഫ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. അപ്പോൾ എല്ലാവരും സന്തോഷ വാർത്ത, ബെൽഫാസ്റ്റിലെ അനിൽ ബ്രോയുടെ വൈഫും അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ ഇന്നലെ മേടിച്ച ബ്രാൻഡ് ന്യൂ മാവിക് മിനി എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമായിട്ടോ. $400 ഉള്ളായിരുന്നു, അധികം പോയി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ ഉഷാറാക്കി. ഇനി സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് വാക്ക് പറഞ്ഞ് ആരും സബ്സ്ക്രൈബ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ആൾക്കാര് എന്തൊക്കെയാണ് എങ്ങനെയാ പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണെന്ന് ഞങ്ങൾ കൂടെ അറിയണമല്ലോ. തീർച്ചയായിട്ടും മല്ലു പറഞ്ഞ വാക്ക് പാലിക്കും, അത് പേടിക്കണ്ട. ഇതേ രാവിലത്തെ ബാച്ചൊക്കെ പോയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലിഫ് ഓഫ് മോറെ പോലെ തന്നെ കേട്ടോ. സീക്കോ അതിനേക്കാൾ നല്ല ഇവിടെ ആയിരുന്നു ബ്രോ. ആ ക്ലിഫില്ലേ, അതിനേക്കാൾ നല്ലത് ഇവിടെ ആയിരുന്നു. അടിപൊളിയായിട്ട് ഇത് ഇപ്പം വാക്ക് ചെയ്യുന്നുണ്ട്. ടെസമോൾ പറയൂ, ഇന്ന് സംസാരിക്കൂ. ഇവരുടെ പ്രത്യേകത വെച്ചാൽ ഇവള് മലയാളം ഓക്കെ കേട്ടോ. ഇവിടെ ശരിക്കും പല കുട്ടിയൊക്കെ മലയാളം അറിയില്ല, അതാണ് അതിൻ്റെ സത്യം. പക്ഷെ അവർ കുറ്റം പറ്റില്ല, അവർ പഠിക്കുന്നതും ഒക്കെ ഇംഗ്ലീഷിനല്ലേ. പക്ഷെ ടിസ തറ പറ എന്ന് പറഞ്ഞ് ഈ മൊത്തം എഴുതാൻ പഠിച്ചല്ലോ അവര്. ഈ
കായ്ക്കായ് മൊത്തം രണ്ടുപേരും എഴുതാൻ പഠിച്ചു. അവനും എഴുതാൻ പഠിച്ചു. ഒരു മോനുണ്ട്, പക്ഷെ ഓനിപ്പോൾ ക്ലാസ്സിന് വരുള്ളത്. ഡിസ ഇന്ന് കള്ളം പറഞ്ഞ് ലീവ് എടുത്തു അല്ലേ? അല്ല, അവൾക്കില്ല ഇന്ന്. അവൾക്ക് ഇന്ന് ലീവാണ്, വീക്കെൻഡല്ല. ഇത് ഒറ്റയ്ക്ക് പോകണില്ലേ, ആരും ഇല്ലാണ്ട് വലത് സൈഡ് മലകൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ പോകണം. ഇവിടെ നോക്കി നമുക്ക് കുറച്ചെല്ലാം അറിയാൻ പറ്റും. ഇപ്പം ക്യാമറ എന്നുള്ളത് വൈഡ് ലെൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലിയർ അല്ല. അത് ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് ആ ഫീൽ ഉണ്ട് കേട്ടോ. മറ്റേ സൂപ്പർമാൻ്റെ പടത്തേക്കാണ് ലാസ്റ്റ് ഒരു ഗുഹേനുള്ളിൽ സ്ക്വയർ കല്ലുകൾ അതുപോലെ ഇട്ട് കാണുമ്പോൾ. ഇങ്ങോട്ടേക്ക് ഉണ്ട്, പക്ഷെ കുറവാണ്. ചെറുതായിട്ടുള്ളൂ, വലുതായിട്ടില്ല. മുകളിലൊക്കെ പാറക്കല്ലുകളാണ്. പിന്നെ ഈ വണ്ടി കണ്ടോ, ഇത് ആക്ച്വലി ക്ലീനിങ്ങിൻ്റെ വണ്ടിയാണ്. ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ ഗവൺമെൻറ് വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ എവിടെ പോയാലും ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് വൃത്തി ഉണ്ടോ, എല്ലാ ഏരിയയിലും അവർ ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി വെക്കും. ഞാൻ നിൽക്കുന്ന ഈ കല്ലുകളുണ്ടോ, എങ്ങനെയുണ്ട്? എന്നിട്ട് ഒരു 5 ഫേസാണ് ഉള്ളത്. 1, 2, 3, 4, 5 എല്ലാം 5 ഫേസായിട്ടുള്ളത്. ഏകദേശം 40,000-50,000 മുകളിലുള്ള കല്ലുകൾ ഇപ്പോൾ ഉണ്ട്. ഇവരവരെണ്ണം പറഞ്ഞിട്ടുണ്ട് അവരെ സൈറ്റിലൊക്കെ. പിന്നെ നടക്കും ഈ ഭാഗത്തായിട്ട് ഉരുളൻ കല്ലുകളാണ്. കാരണം എനിക്കൊന്ന് പൊട്ടി പീസാവുന്നുണ്ട് കാണുമ്പോൾ. ഇതൊക്കെ 5 ഫേസിന് എല്ലാത്തിനുള്ളത്, കഷ്ണമായതാണ്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഒറ്റ സ്ക്വയർ. നമ്മൾ പുറക്കണം, നമ്മൾ ഇൻ്റർലോക്ക് ഇടൂലേ, ആ ഇൻ്റർലോക്ക് ഇല്ലാണ്. ഇതിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് ആകാശത്ത് നിന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത്. അതേ ഞാൻ നിങ്ങൾ ഡ്രോൺ ഷൂട്ട് കൂടെ കാണിച്ചു തരാം. കേട്ടോ, നമ്മൾ ജസ്റ്റ് മുകളിൽ ഇങ്ങനെ കയറിയിട്ട് താഴോട്ടൊക്കെ മനസ്സിലാവും കേട്ടോ. ചെറിയൊരു വ്യൂ നോക്കി നിങ്ങൾ മുകളിൽ കയറി നോക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി എന്ന് പറയുന്നത്. ഇതേ ഈ പോകുന്ന വഴിക്കൊക്കെ കല്ലുകളാണ്. യെസ്. സോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർത്തേൺ അയർലൻഡിലെ വളരെ പ്രധാനപ്പെട്ട എന്താ പറയുക ലൊക്കേഷനായ ജയന്റ് കോസ്വേ ആണ്. ടൂറിസ്റ്റ് അട്രാക്ഷൻ മാത്രമല്ല, ഈ ഭൂമിശാസ്ത്രപരമായി പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്കും ഇത് അടിപൊളി കേട്ടോ. നേരത്തെ നമ്മളൊരു തെറ്റ് പറഞ്ഞായിരുന്നു, ഇങ്ങനെ 1000th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ അല്ല, 150 to 200 സെഞ്ചുറിയിൽ മുമ്പാണ് ഇങ്ങനെ സംഭവം നടന്നത്. 150 to 200 എന്ന് പറയുമ്പോൾ 200 സെഞ്ചുറീസ് മലയാളത്തിൽ ഉണ്ടാകുമ്പോൾ 100, 150, 200 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഇയേഴ്സ് ഓഫ് ഇയേഴ്സ്, 100,000 വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു വോൾക്കാനോ വന്ന വോൾക്കാനിൽ നിന്നാണ് ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ, അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 സൈഡ്സാണ് മിക്കവാറും ഉള്ള കല്ലുകളെല്ലാം. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ അമ്പലത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു കല്ലുകൾ ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ, ഇങ്ങനെ അമ്പലത്തിൽ. ഇത് ആരും പണിഞ്ഞു വെച്ചേക്കാനാണ് നമുക്ക് തോന്നാം. ഓക്കെ. റിയലി സംബഡി ബിൽഡ് ഇറ്റ്. യെസ്, ഇതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അല്ലേ, ഇതെങ്ങനെ വന്നു എന്ന് അറിയാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമുക്ക് 7 വേൾഡ് വണ്ടർ ഉള്ളൂ. 7, അതായത് 7 മഹാത്ഭുതങ്ങൾ. 8ാമത്തെ മഹാത്ഭുതം വരുവാണെങ്കിൽ ഇതാണെന്നാണ് യുനെസ്കോ പറയുന്നത്. 8th വണ്ടർ ഇൻ ദ വേൾഡ്. ഇത് നിങ്ങൾ കണ്ടോ, ഇതിപ്പോൾ ഒരു മനുഷ്യന്മാർ പണിതിട്ട് പോലെ ഉണ്ട് കാണുമ്പോൾ, പക്ഷെ ഇത് മനുഷ്യൻ പണിതല്ല കേട്ടോ. ഇപ്പോൾ രാമസേതു എന്ന് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടല്ലോ, കടലിലേക്കൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്, കടലിലേക്കൊക്കെ ഉണ്ട്. ഇപ്പം യെസ്, നേരത്തെ ഞാൻ പറഞ്ഞില്ല, ആ കഥയിൽ പറഞ്ഞല്ലേ, പണ്ടത്തെ ഒരു ജയൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് സ്കോട്ട്ലൻഡിലേക്ക് പോകാൻ വേണ്ടി പണിത ഒരു പാലം പോലെ ഇട്ടാണ് കാണുമ്പോൾ. അങ്ങനെയാണ് ഇവരുടെ സ്റ്റോറിയിൽ പറയുന്നത്. എല്ലാം 5 മുഖങ്ങളാണ്. പഞ്ചമുഖ രുദ്രാക്ഷം വിൽപ്പനയ്ക്ക്. എനിക്ക് പഞ്ചമുഖം നോക്കുമ്പോൾ രുദ്രാക്ഷം ഓർമ്മ വരുന്നു. ഡാർക്ക് ഫീൽ വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ. ഇവിടെ വെളിച്ചം കുറവാണ്, കാണാം സൂര്യേട്ടം വന്നിട്ടില്ല, അതുകൊണ്ടാണ്. രാവിലെ തന്നെ കണ്ട് ഈ ഒരു സൈഡിലൊക്കെ നിങ്ങൾ കല്ലിങ്ങനെ പൊങ്ങി കണ്ടോ. ഇവിടെ മുഴുവനുണ്ട്, ഈ വെള്ളത്തിന് അടിയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആരോ അടുക്കി വെച്ചൊരു ഫീലാണ്. അത്രക്കും അടിപൊളി സാധനമായിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് എൻ്റെ അത്ഭുതമായിട്ട് തോന്നുന്നത്. പ്രകൃതി ഇത്രയും മനോഹരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അവിടെ ആ ഒരു മൂലയൊക്കെ ഉണ്ടോ, അതൊക്കെ ഞാൻ ഡ്രോൺ ഷൂട്ടിൽ കറക്റ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് കണ്ടു മടുത്തോ? എന്താ തോന്നുന്നേ? ഇതേ
എങ്ങനെയുണ്ട്? ഒരു കമ്പ്യൂട്ടറിലെല്ലാം വാൾപേപ്പറും അല്ലേ കാണുമ്പോൾ? വെയിൽ വല്ല വരാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് പ്രതീക്ഷ ഉണ്ട് കേട്ടോ ഇപ്പോൾ നല്ല ഒരു ക്ലാരിറ്റിയിൽ കിട്ടുമെന്നുള്ളത്. ഇപ്പോഴാണ് ശരിക്കും വെയിൽ വന്നിട്ട്. നിങ്ങൾ ഇത്ര സമയം ഇരുട് പിടിച്ച കാഴ്ചയല്ലാണ്ട് ഇനി അങ്ങോട്ടൊക്കെ റിയലായിട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ സംഭവങ്ങൾ കാണുന്നില്ലേ? ഈ ചുവന്ന് ഇട്ടിരിക്കുന്ന ഇവിടുത്തെ ഗൈഡാണ്. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ആൾ മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ വെള്ളത്തിനടുത്തേക്കുള്ള ആൾക്കാരും അവരെ നിർത്തിക്കും കേട്ടോ. ഇപ്പോൾ നടക്കുന്ന വഴിയൊക്കെ നോക്കി നിങ്ങൾ കുറച്ചും കൂടി ഇപ്പം ക്ലാരിറ്റി കൂടിയില്ലേ? പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം കൂടാൻ തുടങ്ങി. രാവിലെ തന്നെ ആയതുകൊണ്ട് നേരത്തെ ആൾക്കാരില്ല, ഇപ്പോൾ ആൾക്കാർ കൂടാൻ തുടങ്ങി. കുടുംബമായിട്ടും കുട്ടികളായിട്ടും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വശം ഇവിടെ ആയിട്ട് ഒരു ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ലൈഫ് ജാക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, വെള്ളത്തിൽ പെട്ടെന്ന് നിറയെ മുങ്ങിക്കഴിഞ്ഞാൽ ചാടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം. ഇതാണ് ആ സാധനം, ചെറിയൊരു പീസാണ്. ആരെങ്കിലും പെട്ടെന്ന് മുങ്ങി എമർജൻസിക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു കാര്യം 100% ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു, ഈ വീഡിയോ ഇപ്പം കാണുന്ന എല്ലാവരും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. എല്ലാവരും, ഒരാളും ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന 1 ലക്ഷം ആൾക്കാർ കാണുന്ന 1 ലക്ഷം ആൾക്കാർ ഇത് കേട്ടിട്ടുണ്ടാകും കേട്ടോ. കാരണം ഇതിൻ്റെ വീഡിയോ ആണല്ലോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമല്ലോ. വേറെ പ്രത്യേകത കാണിച്ചിടാം. നിങ്ങൾ കണ്ടോ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ? കുഴിഞ്ഞെടുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ താഴെ ഇങ്ങനെ കൊഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ പല കല്ലുകളുടെ മുകളിൽ കുഴിഞ്ഞെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നി വർഷങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് വെള്ളം വീണിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു കേജിൻ്റെ ഉൾപ്പുരം കണ്ടില്ല, കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് വെള്ളം വീണ് ഓരോ സ്ഥലങ്ങളും മാറുന്നത്. അതുപോലെയാണെന്ന് തോന്നുന്നത്. കുഴിഞ്ഞെടുക്കുന്നുണ്ട് പല സ്ഥലത്തും. ഇങ്ങോട്ടേക്ക് കളറ് മാറി ബ്ലാക്കായി. ബ്ലാക്ക് ആവാനുള്ള കാരണം ഇങ്ങോട്ടേക്ക് അധികവും കടലിൻ്റെ അടിയിലും വെള്ളമൊക്കെ തെറിക്കുന്നുകൊണ്ടാണ്. കുറച്ച് മുകളിലോട്ടാണ് കുറച്ചും കൂടി ഡ്രൈ ആണ്. നടക്കുമ്പോൾ നോക്കി കണ്ട് നടക്കണം, അല്ലെങ്കിൽ എന്തായാലും വീഴാനുള്ള ചാൻസ് ഉണ്ട്. വാ, ഇതൊക്കെയാണ് ശരിക്കും. നോക്കിയേ എന്താ രസം, നോക്കിയേ. വാവ്, എന്താ രസം നോക്കി നിങ്ങൾ. ഇവിടെ പായലുണ്ട് കേട്ടോ. ഇറ്റ് മീൻസ് ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണെന്ന് അതിനർത്ഥം. നോക്കി ഈ ഒരു രസം നോക്കി നിങ്ങൾ. ഇത് നോക്കി നിങ്ങൾ, ഓണത്തിന് പൂവിട്ടുമല്ലോ കാണുമ്പോൾ അല്ല, കരിമ്പാറ കേട്ടോ. പക്ഷെ വളരെ അത്ഭുതം. എനിക്കിപ്പോൾ മനസ്സിലായി ഇതെങ്ങനെ ഇങ്ങനെ ഫോർമേഷൻ ആയെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നു കേട്ടോ. ഇത്രയും അടിപൊളിയായിട്ട് എങ്ങനെ ഫോർമേഷൻ ആയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വാവ്. പിന്നെ ഇങ്ങോട്ടേക്ക് തിരമാല അടിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോയാൽ വീഴാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ മല കണ്ടോ, ഇതിനപ്പുറം മലയുണ്ട്. പക്ഷേ ഞാൻ നേരെ നിങ്ങളെ കാണിച്ചിരുന്നു, പക്ഷെ അവിടെ കണ്ടോ ഇരുടാനും കണ്ടില്ല. ഇപ്പം കൂടി കുറച്ചും കൂടി വെളിച്ചായില്ലേ. 40,000 മുകളിൽ കല്ലുകൾ എന്ന് ഇവർ പറഞ്ഞു. ഇത് എണ്ണിയ തരവൊളി എന്നാലോചിച്ചൊക്കെ. മല ഓപ്പോസിറ്റ് സൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പാണ് ശരിക്കും ഇതിന് വ്യൂ വന്നത്. ഈ വശം ഉണ്ടോ ബിസ്ക്കറ്റ് റെസ്റ്റം വെച്ചോലെ നോക്കി. ഇതാണ് ഇതിൻ്റെ താഴെവശം. നമ്മൾ നിൽക്കുന്ന ഒറ്റ ടോപ്പിലാണ്. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. താഴെവശമൊക്കെ ഇങ്ങനെ കേട്ടോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കല്ലുകൾ. ഇതൊക്കെ നോക്കി നിങ്ങൾ കഷ്ണം പോലെ വെച്ചിട്ടുണ്ട് മുറിച്ചിട്ടിട്ടൊക്കെ. ഞാൻ നിൽക്കുന്ന ഈ ഒരു സംഭവം കൊണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ട്രേഡ് പ്ലേസ് ആണ്. ഇവിടെ വന്ന ആൾക്കാരൊക്കെ ട്രേഡ് മാർക്ക് പ്ലേസ് ആണ്. ഞാൻ ഇവിടെ വന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇൻസ്റ്റയിലൊക്കെ നോക്കി കാണാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും പറയലുണ്ട്, ഇതൊരു കീപ്പ് ആൻഡ് കാം പ്ലേസ് ആണ്. ശരിക്കും ആ ഇംഗ്ലീഷ് പൊട്ടത്തെറ്റാണ്. കാം ആൻഡ് ക്വൈറ്റ് പ്ലേസ് എന്നാണ് പറയുന്നത്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ എൻ്റെ തെറ്റ് തരുന്നുണ്ട്. സോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കോയിൻസൊക്കെ കാണാം. പണ്ട് ആരൊക്കെയോ വെച്ച കോയിൻസ് ഉണ്ട്. അതൊക്കെ ദ്രവിച്ച് തീരുമാനം കേട്ടോ. ഇവിടെയൊക്കെ കോയിൻസുകളാണ്. ഇതൊക്കെ ദ്രവിച്ചു. ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങ് മുകളിൽ വരെ കോയിൻസ്. അവിടെയൊക്കെ കയറിയിട്ട് ആൾക്കാർ കോയിൻസ് ഇടുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഈ കല്ല് കണ്ടോ പീസായിട്ട്. ഇതുപോലെയാണ് നമ്മൾ ഇത്ര സമയം നിന്ന കല്ലിൻ്റെ അടിവശം. അതൊക്കെ കടലിൻ്റെ അടിയിലായിട്ടുള്ളത്. ഫൈൻ കോയിൻസ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൈയിട്ട് കഴിഞ്ഞാൽ ഒരു ബർഗർ നല്ല പൈസ കിട്ടുമല്ലോ അല്ല. എന്തായാലും ബർഗർ നല്ല പൈസ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ കയറി ടിക്കറ്റിൻ്റെ പൈസ വേണം ഇവിടുന്ന് മുതലാക്കാം നമുക്ക്. യെസ്. അപ്പം ഞാൻ മെല്ലെ ഇറങ്ങട്ടെ. കുറച്ചോനെ കുടുങ്ങി. ഇല്ല ഇതിനപ്പുറവും ചാടിക്കിടന്നവനാണ്. വാ മോളെ, ലെറ്റ്സ് ഗോ.
നമ്മളതിന് പോകട്ടോ. ഓക്കെ, ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടേക്കാ? ഏത് ലൊക്കേഷൻ? അടുത്ത ഒരു ഡാർക്ക് ഹെഡ്ജസ് എന്ന് പറയും. അതായത് ഒരു 100-150 ട്രീസ് ഇങ്ങനെ പണ്ട് 300 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ റോഡ് സൈഡിൽ നട്ടു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നല്ല ഒരു ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന ഒരു മോശം ലുക്കിലുള്ളത്. ഈ മുടി ഇങ്ങനെ ആക്കിയിട്ട് ഒരുപാട് ആൾക്കാർ നല്ലതെന്ന് മോശമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് മെച്ചം കിട്ടി. കാരണം ഞാനത് ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പം എനിക്ക് ഇവിടെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഇവർ എന്നെ കണ്ട് സംസാരിക്കാനൊക്കെ വന്നു. How are you guys? We love You like the hairstyle, yeah? Yeah, we are family, we are family, yeah. You like the hairstyle? Yeah, absolutely. Yeah, we are family. So what do you recommend? To keep or? I love it. Like when I saw him coming, I was like, oh, this guy looks cute. He looks cute. Did he look like Indian? No, yeah? Neutral. It's a neutral guy. Neutral guy. ഞാൻ ആഫ്രിക്കയിൽ പോയപ്പം കെനിയയിലും മൊംബാസയിലൊക്കെ പോയപ്പം ഇതേപോലെ ഡാൻസ് കളിച്ചിരുന്നു. ഇന്ന് ഞാനത് എന്ത് ഹെയർ സ്റ്റൈൽ മാറ്റിയ ശേഷം come on girls, let's play some fun. തിരിച്ചു പിടിക്കടാ. Thank you very much, girls. We are really pumped. We are really pumped. Yo. Oh, hold on. I'm using the filter. Take that off. Giving makeup. You can with lashes. Okay, no. I'm bronzer. Oh, look at that. Look at that. I should like it. Should I still like it? Yo. Thank you so much, guys. I hope I will get followers. I'll be so happy. Airdrop. Did you airdrop all the pictures? Did you airdrop the pictures? Did you airdrop all of them? എനിവേ നമുക്ക് ഇതിൽ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ എന്താ പറയുക, നമുക്കിനി നേരെ തിരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോകും കേട്ടോ. ഓക്കെ, അടുത്ത ലൊക്കേഷനിലെത്തി. എന്താ പറയുക, ആ ഒരു ഗെയിം ഓഫ് ത്രോൺസ് എന്ന മൂവി ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പിന്നെ അതുപോലെ നേരത്തെ കണ്ട ആൾക്കാർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം വളരെ ഫ്രണ്ട്ലിയാണ്. ഈ തല കണ്ടായിരുന്നു ഓടി വന്ന് സംസാരിച്ചു, ഒരുപാട് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ഒറിജിനൽ മ്യൂസിക് ഇടാണ്. ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ല, അത് നമ്മളവിടെ ഡാൻസ് കളിക്കുന്ന ഒരു പോർഷൻ കേട്ടോ. ഓക്കെ, അപ്പം എന്താ പറയുക, ഈ ഒരു ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. എനിക്ക് പുറകിൽ കാണുന്ന പോലെ തന്നെ അതെ ഇത് കണ്ടോ നിങ്ങൾ, ഒരുപാട് മരങ്ങളുണ്ട്. 100-300 വർഷം മുമ്പ് ആരൊക്കെയോ ഇവിടെ നട്ട് വളർത്തിയ മരങ്ങളാണ്. ആ മരങ്ങളുടെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഓക്കെ, നമുക്കിവിടെ ഇവിടുത്തെ ഒരു ഫാമിലി ഉണ്ട്, പരിചയപ്പെടാം. എവിടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. എൻ്റെ പേര് അക്ബർ എന്നാണ്. നാട്ടിൽ പാലക്കാട് ജില്ലയിൽ ചെർപ്പളശ്ശേരിയാണ് സ്ഥലം. ഷാറാണ്. താങ്ക് യു. അൽഹംദുലില്ലാ. പിന്നെ വേണ്ട, കുഴപ്പമില്ല, ഇവിടെ വൈഫിനെ വീഡിയോ വരണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. അനിൽ ബ്രോ പറ, ഇതിനെപ്പറ്റി തള്ളി മറിക്കേ, നിങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടതിന് പ്രത്യേകിച്ചൊന്നുമില്ല. പറഞ്ഞല്ലോ, ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 300 നിങ്ങൾ 200. എനിക്ക് 1770 അങ്ങനെ കണ്ട സംഭവം. അപ്പോൾ ഈ തൊട്ടടുത്തോട് താമസിക്കുന്ന ഒരു മനുഷ്യനാണ് സംഭവം ഈ റോഡിന് 2 സൈഡിലുമായിട്ട് ഇങ്ങനെ ഒരു വേലിയായിട്ട് ഇങ്ങനെ മരം നട്ടത്. അന്ന് ചെടിയായിരുന്നു. പിന്നെ അത് ഇത്രയും വർഷമായി. ഇപ്പോൾ ഒരു നമുക്ക് ഈ ചൈന എന്നൊക്കെ അറിയത്തില്ലേ, ബോൺസൈ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അപ്പോൾ ആ നോക്കുക, ബോൺസൈ അതിൻ്റെ ഓരോ മൂഡ് നോക്കുക, എന്തുമാത്രം വലുതാണെന്ന് നോക്കുക. ശരിയാ നല്ല ഇവിടെ മറ്റേ ലവ് ബേർഡ്സ് ഉണ്ട് കേട്ടോ, പേര് കൊത്തുന്നേ. അപ്പോൾ നമുക്കത് സത്യം പറഞ്ഞാൽ ഒരു പേടി വരും. ഒരു വിൻ്റർ സമയത്ത് നല്ല നമുക്കൊരു പേടിയായിട്ട് നമുക്ക് തോന്നും. എന്ത് പേടി? ഒരു അസ്ഥികൂടങ്ങളൊക്കെ നിൽക്കുന്ന ടൈപ്പ് ഒരു പേടിയാ. പിന്നെ തീർച്ചയായിട്ടും നമുക്കൊന്ന് കാണുമ്പോൾ അപ്പോൾ അതൊന്നും ചെറുതായിട്ട് വിൻ്റർ സമയത്ത് വരുമ്പോഴാണ് ആക്ച്വലി നല്ലൊരു പേടി വരുന്നത്. ഓക്കെ ഫൈൻ. ഇവിടെ പ്രേതങ്ങൾ ഉണ്ടോ? പ്രേതങ്ങൾ ഈ മരത്തുമെന്നും ഓരോ മരത്തിലേക്ക് ഇങ്ങനെ ചാടി
നിങ്ങളുടെ പ്രേതങ്ങൾ ഞങ്ങൾക്ക് പ്രാന്ത നിങ്ങളതൊന്ന് വിശ്വസിക്കണം കേട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു വീട്ടിലേക്കുള്ള വഴിയാണ്. ആ വഴി പണ്ട് കാലത്തൊരു കുഴപ്പമില്ല നല്ലൊരു മനുഷ്യൻ അദ്ദേഹം ഇതിങ്ങനെ വഴി ഇങ്ങനെ വെട്ടി പിന്നെ ഇവിടെ മരങ്ങളൊക്കെ വെച്ചു കൊടുത്തു. അപ്പോൾ അത് ഇന്ന് ഇവരൊരു ടൂറിസം പർപ്പസിൽ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞാൽ ഇവിടെ പിന്നെ പല പല ലവേഴ്സ് ഇവിടെ പേരൊക്കെ ചെയ്തിട്ട് നശിപ്പിക്കാണ് നോക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പല ഗുഹകളിലൊക്കെ പോയി കാണുന്നില്ല. അതന്നെ കേട്ടോ സംഭവം. ഗ്രേലേഡി എന്ന് പറഞ്ഞൊരു പ്രേതം ഈ മരത്തുമ്പോ ഇങ്ങനെ ചാടി എത്ര മണിക്ക് വരുവാ ഹിസ്റ്ററി പറയുന്നത്? എത്ര മണിക്ക് വരുവാ എന്നാ പോയി രാത്രിക്ക് വരാം. ലേഡിന് ഇന്റർവ്യൂ അല്ല നമുക്ക്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഈ ലൊക്കേഷൻ്റെ പേരെന്താ? ഡാർക്ക് ഹെഡ്ജസ് പാലിക്കാസ്. ഡാർക്ക് ഹെഡ്ജസ് എന്നാണ് പറയുക. ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഗൂഗിൾ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല വളരെ മനോഹരമായ ഒരു പിക്ചർ കിട്ടും. അപ്പോൾ അതാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെങ്ങോട്ട് പോകാൻ അടുത്ത് ഇനിയിപ്പോൾ നമ്മൾ വൈൽഡ് അറ്റ്ലാന്റിക് കോസ്റ്റൽ റോഡ്. ഓക്കെ. അത് ഒരു സൈഡ് അറ്റ്ലാന്റിക് സീയും ഒരു സൈഡ് ഭയങ്കര മലയായിട്ടാണ്. അപ്പോൾ അത് ബൈക്കേഴ്സിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്ലേസാണ്, റൈഡിങ് പ്ലേസാണ് റോഡ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഒരു 2-3 മിനിറ്റ്സ് നോക്കാം. നമുക്ക് നല്ലതല്ല ഡ്രോൺ വേണമെങ്കിൽ നമുക്കത് നല്ല രസമാണ്, നല്ല സീനറിയാണ്. ഒരു സിനിക് ആയിട്ടുള്ള നോർത്തേണിൽ സിനിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. യെസ്, അത് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് ഒരു ദിവസം പോയി വരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു എപ്പിസോഡ് ആക്കുന്നത്. കാരണം ഞാനിവിടെ ഓവർ വീഡിയോസ് ഇപ്പോൾ ചെയ്യുന്നില്ല, കുറവാണ്. ഇപ്പം പല കാഴ്ചകളും ഞാൻ ഒഴിവാക്കി വിടുന്നത് വീഡിയോസ് ചെയ്യാണ്ട്. കാരണം നമ്മൾ ദുബായ് എത്താറായി. ദുബായിൽ ഇപ്പോൾ ഒരുപാട് നല്ല നല്ല മനാൽ മർജൂക്കൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വി ആർ ഗോയിങ് ടു ഡു എ ലോഡ് ഓഫ് സ്റ്റഫ് ദെയർ. സോ നമുക്കിനി മുപ്പര് പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ കൂടെ കവർ ചെയ്ത് നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഈ പോകുന്ന റൂട്ടിൻ്റെ ഒരു ബാലിക്കാസ് എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത ബ്രോ? ഒരു ബീച്ച് സൈഡാണ്, ഫേമസ് ആയിട്ട് നോർത്തേണിലെ ഒരു ബീച്ച് സൈഡാണ്. പിന്നെ ഇവിടുന്ന് ഒരു രാത്രിലിൻ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ ഐലൻഡിൽ നിന്നുള്ള ബോട്ടൊക്കെ ഉണ്ട്, ഒരു സീ ഫ്രണ്ട് ഫെറി ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഒരു സിനിക് ബ്യൂട്ടി കൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് വിഷ്വൽസ് നമുക്ക് എനിക്ക് തോന്നുന്നു ഷാക്കിർ ഭായ് എടുക്കുമെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അതുകൂടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ സീയിലൂടെ അതിൻ്റെ അടുത്തൂടെയാണ് ചെല്ലാൻ പോകുന്നത്. പിന്നെ ഈ ഗോൾഫ് വളരെ ഫേമസ് ആണ് ഇവിടുത്തെ ഗോൾഫ് കേട്ടോ. ഇവിടെ ഒത്തിരി ഗോൾഫ് ഉണ്ട്. അപ്പോൾ അമേരിക്കയിൽ നിന്നും ഒത്തിരി യൂറോപ്യൻസിൽ നിന്നും വേൾഡ് വൈഡ് ഒക്കെ ഫുള്ള് ഗോൾഫ് കളിക്കാനാണ് ഇവിടെ ആൾക്കാർ ഇഷ്ടം പോലെ വരും ഈ ബാലിക്കാസ്. ഓക്കെ. ബാലിക്കാസിൽ ഗോൾഫ് ക്ലബ്ബ്, ഇതാണ് അദ്ദേഹം പറഞ്ഞ ഗോൾഫ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ട ഒരുപാട് വണ്ടികളുണ്ട്. ഗോൾഫ് കളിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, വരുന്നുണ്ട്, കളിക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന സൈക്ലിസ്റ്റുകൾ നമ്മൾ നേരത്തെ ആ ഒരു മരത്തിൻ്റെ കാണാൻ പോയിട്ടില്ലേ, അവിടുന്ന് ഇവരുണ്ടായിരുന്നു. ഇത് ഇപ്പുറം കണ്ടോ, ഗോൾഫ് കളിക്കുന്ന ആൾക്കാരൊക്കെ രണ്ട് സൈഡുണ്ട്. നല്ല വ്യൂ ആണ്. തിങ്ക് ബൈക്കേഴ്സ് സ്ലോ ഡൗൺ എന്നൊക്കെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല വെതറും, നല്ല വെതർ, വാം വെതറാണ്. ബൈക്കേഴ്സ്, യെസ് ബൈക്കേഴ്സ്. BMW 1200 GS, 1600 KT ഉള്ളത്. പഴയ കവേഴ്സൊക്കെ കേട്ടോ. പോകുന്ന വഴിക്ക് ഇവിടെ ഉണ്ടോ ഡക്ക് X4 എന്നൊരു ബോർഡ് ഉണ്ട്. നിങ്ങൾ ആ ബോർഡ് കണ്ടിട്ട് ഇവർ ആ വീട്ടിൽ കയറിയിട്ട് ഡക്ക് മുട്ട വാങ്ങുന്നത്. ഡക്ക് മുട്ട താറാമുട്ട വാങ്ങുന്ന സീനാണ് കാണുന്നത്. വാട്ട്സ് യുവർ നെയിം? ബിയോണ. ഹായ്. സോ ബിയോണ നമുക്ക് അവരുടെ ഡക്സിനെ കാണിച്ചിരുന്നു. സോ ഹൗ മെനി ഡക്സ് യു ഹാവ്?
50-something. 50-something, There okay. used to be 102. Okay, what But we happened? had too many, so we sold a lot of them because there's too many eggs. We You couldn't couldn't get rid of. manage, no? ലാസ്റ്റ് വരുന്നത് ക്ലോസ് ചെയ്തോട്ടോ. യാ ഓക്കെ, ഐ can see from here. All same colors, huh? That's nice. കേട്ടോ, ഈ താറാവുകളെല്ലാം ഒരേ ലൈനായിട്ട് ഇവിടെ പോകും. So how are you gonna find eggs? Oh, they lay in the house. ഓക്കെ, അവർ മുട്ടയിടുന്ന അതിൻ്റെ ഉള്ളിൽ കേട്ടോ, മുട്ടയിടോ പുറത്തിടലാണ്. ലേ എന്ന് പറഞ്ഞാൽ ഇടുക, ഹാച്ച് എന്ന് പറഞ്ഞാൽ അടയിരിക്കുക. ഇതോത് ഇംഗ്ലീഷ് വാക്കുകളിലും പഠിക്കണേ. ആഹാ, സി അങ്ങോട്ടെടുക്കോ. ലൈനായിട്ട് പേടിച്ചിട്ട് ഓടി നോക്കിയ ലൈനായിട്ട്. ഓക്കെ, ടേക്ക് കെയർ, ടാറ്റ, ബൈ ബൈ. യാ, താങ്ക് യു. All right, no problem. How is happened? അപ്പോൾ നമ്മൾ തിരിച്ചു നോക്കട്ടോ, ഇവരോട് ചോദിക്കട്ടെ. ഇത് ഞാനൊരു കാര്യം കാണിച്ചു. ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇവർ, ഒരു ബ്ലൂ മാർക്ക്. കഴിഞ്ഞ ആഴ്ച കേട്ടോ, ബ്ലൂ മാർക്ക് ഉണ്ടോ? കഴിഞ്ഞ ആഴ്ച ഇവിടെ വെച്ചിട്ടൊരു ബൈക്കറല്ലേ ബൈക്ക് അടിച്ച് മരിച്ചത് കണ്ടോ. ആ ടേണിങ് ഇങ്ങനെ വന്നിട്ട് നല്ല ഹൈ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അടിച്ചിട്ട് മരിച്ചു. അപ്പോൾ നമുക്കൊരു കാര്യം, നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. Okay. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.